ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുൽ കിടന്ന കിടപ്പ് അങ്ങനെ കിടക്കുവാട്ടോ. ഷാരിയും സരിയും മാറി മാറി ചോദിക്കണ്ട്, അച്ഛൻ എന്താ അത് സംഭവിച്ചത് ചോദിക്കുമ്പോ അച്ഛൻ തല്ലിയ ആൾക്കാരുടെ മുഖം ശരിക്കും കണ്ടില്ലേ? ഇല്ല മോളെ, അവരും മുഖംമൂടിയും വെച്ച് അതിന് മോളിൽ ഹെൽമെറ്റും വെച്ചിട്ടൊക്കെയാണ് വന്നത്. ഇതിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്ന മോളെ? ആ ചന്ദ്രസേനും അവന്റെ ആൾക്കാരും തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. അല്ലാതെ ഇയാൾക്കിപ്പോ ഏത് ശത്രുവാ വേറെ മെയിൻ ആയിട്ടുള്ളത്? മെയിൻ ശത്രു ചന്ദ്രസേനാണല്ലോ. അവൻ തന്നെയായിരിക്കും ചെയ്തത് എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട്, അതെ അവൻ തന്നെയായിരിക്കും ചെയ്തത്. ഞാൻ വരുന്നത് അവൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. സത്യം പറ സരിയു, നിങ്ങളുടെ വായിന്ന് വേറെ ആർക്കെങ്കിലും ഈ കാര്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. ആഹാ, അമ്മായപ്പനെ ബോധമൊക്കെ ഉണ്ടല്ലേ? ഓ, എന്നാൽ തലക്കടി കിട്ടിയപ്പോ ഞാൻ വെച്ച് ബോധമൊക്കെ പോയി കിരണ പോലെ ആയെന്ന്. ആടാ, നീ അതിനല്ലേടാ ആഗ്രഹിക്കണത്. ദേ, എന്റെ മനുവേട്ടന്റെ മേത്ത് അച്ഛൻ ഇനി കേറണ്ട കേട്ടോ. മനുവേട്ടൻ ഉള്ളത് കൊണ്ടാ അച്ഛനെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എന്താവായിരുന്നു? ചോര ചീന്തി ഞാൻ അവിടെ ചത്തുപോകുമായിരുന്നു. പോണെങ്കിൽ പോട്ടെന്ന് വെക്കണമായിരുന്നു. അല്ലെങ്കിലും ഈ ജീവിതം എന്തിനാണ്? മടുത്തു, എല്ലാം കൊണ്ട് തോറ്റു പോവല്ലേ എന്ന് പറയണം. ആകെയുള്ള സമാധാനം ആ കിരൺ കിടന്ന കിടപ്പ് കിടക്കണതാണ് എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയണ്ട്, എന്തായാലും കുറച്ചുനാൾ ഇങ്ങനെ പെട്ടി തന്നെ കിടന്ന് നിരയേണ്ടി വരും. അനന്തരവനെ കളിയാക്കാൻ വേണ്ടി ദേ നിങ്ങളുടെ ഭാര്യയും പുന്നാരും മോളും കൂടി അവിടെ പോയതാണ്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവുമായിരിക്കും അച്ഛനെ നേരിട്ട് കാണുക അതുപോലെ കിടത്തണോന്ന്. അതുകൊണ്ടായിരിക്കും അന്ന് ആ കല്യാണി തടയാതെ നിങ്ങളെ കിരണിനെ കാണാൻ വേണ്ടി സമ്മതിച്ചത്. ഇപ്പൊ മനസ്സിലായോ സരിയോ? നീ അന്ന് പറഞ്ഞല്ലോ കിരണ് കാണാൻ വേണ്ടി കല്യാണി സമ്മതിച്ചു, അവളുടെ അമ്മ സമ്മതിച്ചില്ലെന്ന്. അവള് സമ്മതിക്കാൻ കാരണം ഇതായിരുന്നു. നിങ്ങൾ അവനെ കണ്ട് സങ്കടപ്പെട്ടതിന്റെ തിരിച്ചടിയായിട്ട് അവര് നിങ്ങൾക്കിട്ടിൽ പണി കൊടുക്കണമെന്ന്. അത് ഈ പണിയായിരുന്നു. എന്നാലും എങ്ങനെയാ മനുവേട്ട അവരറിഞ്ഞത് എന്റെ അച്ഛൻ ഇന്നലൊക്കെ രാത്രി വരും എന്നുള്ള കാര്യം? അവരെങ്ങനെ അറിഞ്ഞു? ആകെ മനുവേട്ടന് ഞാനും അമ്മ മാത്രല്ലേ ഈ കാര്യം അറിഞ്ഞുള്ളൂ. അത് അച്ഛനോട് തന്നെ ചോദിക്കുമെന്ന് പറയാണ്. മനോഹർ രാഹുൽ പറയണ്ട്, ഇത് വേറെ ഒന്നും അല്ല, ഞാൻ വിക്രത്തോടത്തും ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ വിക്രം അവനെ ആർത്തും പറയൊന്നുമില്ല. കാരണം കിരണിനും കല്യാണിക്കും ഞങ്ങളെക്കാളും ദേഷ്യമാണ് അവന്. അപ്പൊ അതുകൊണ്ട് അവൻ ആർത്തും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഈ സത്യം പുറത്തേക്ക് പോയത് എന്ന് പറയുമ്പോ മനോഹർ ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പൊ തന്നെ രാഹുൽ പറഞ്ഞു, വേറെ എവിടെയും പോയി തപ്പണ്ടതേ, ഇവനായിരിക്കും, ഇവൻ തന്നെയാണ് എന്ന് പറയാണ്. ഞാനൊന്നും അല്ല പറഞ്ഞത്. അതേടാ, നീ തന്നെയായിരിക്കും. എനിക്കൊരു സംശയമുണ്ട്, നീ അവരുടെ ചാരനാണോന്ന് സംശയം. ഞാനോ? കിരണിന്റെ കളിയുണ്ടോ? നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മേ, നീ തലക്കടിയിട്ടപ്പോ ഇയാളെ സ്വയബോധം നഷ്ടപ്പെട്ടു എന്നാ തോന്നണത്. നീ ഒന്നും മിണ്ടാതെ പൊയ്ക്ക് മനു എന്ന് പറയാണ് നമ്മുടെ ഷാരി. മനോഹർ അവിടെ നിന്ന് പോകണം. അതേടോ, ഞാൻ തന്നെയാണോ പറഞ്ഞത്? ഇനിയും പറയും, താൻ തല തല്ലി നിലത്ത് കിടക്കുന്നത് കാണാൻ എന്തൊരു രസമാണെന്ന് അറിയാവോ? മാത്രല്ല ഒരു കണക്ക് താൻ ഇങ്ങനെ കിടക്കണം തന്നെയാണ് എനിക്കും നല്ലത്. എടോ, എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോവോടോ, അതിനുള്ള പണമൊക്കെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടുന്ന് പോവാണ്. ശേഷം രാഹുൽ പറയണ്ട്, ഇവൻ തന്നെയായിരിക്കും പറഞ്ഞു കൊടുത്തത്. അപ്പോഴേക്കും സരിയു പറയണ്ട്, എന്തിനാച്ചാ ഏത് നേരം എന്റെ മനുവേട്ടനെ കുറ്റം വേണത്? മനുവേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാട്ടോ സരിയു. അതിനുശേഷം രാഹുൽ പറയണ്ട, ഷാരി പറയണ്ട, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട, വേണ്ട പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുക്കണ്ട. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പോലീസുകാരെല്ലാം അവന്റെ ആൾക്കാര്, ആ ചന്ദ്രസേന്റെ ആൾക്കാര് എന്ന് പറയുമ്പോ സരിയു പറയണ്ട, അതേമേ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കണേ നല്ലത്. പിന്നെ പല കേസുകളും കുത്തിപ്പോക്കും. കിരണിന്റെ തല തല്ലി പൊട്ടിച്ചത് ആരാന്നുള്ള കേസുകളൊക്കെ കുത്തിപ്പോങ്ങുവാണെങ്കിൽ നമ്മളെല്ലാവരും പെടും. അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കണേ നല്ലത് എന്ന് പറയുമ്പോ ഷാരി പറയണ്ട, അതും ഒരു കണക്കിന് നല്ലതാ, എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊടുക്കോലോ പോലീസുകാര് എന്നൊക്കെ പറയാണ്. അപ്പൊ രാഹുൽ ചോദിക്കണേ, എന്താ ഷാരി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതുള്ള ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ രാഹുൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ അങ്ങനെ കിടക്കുവാട്ടോ. ശേഷം സരിയു അവിടെ നിന്ന് പോകുന്നുണ്ട്. സരിയു പോയി കഴിയുമ്പോഴേക്കും ഷാരി രാഹുലിനോട് പറയണ്ട്, അത് എല്ലാ സത്യങ്ങളും അവർ കുത്തിപ്പോക്കും, താരയുടെ സത്യങ്ങൾ ഉൾപ്പെടെ. ദേ ഇപ്പൊ പോയോളുണ്ടല്ലോ, അത് എന്റെ മോളല്ല, താരയുടെ മോളാന്നുള്ള സത്യങ്ങളൊക്കെ അവര് കുത്തിപ്പോക്കും. അതുകൊണ്ടാ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോവാട്ടോ. രാഹുൽ അങ്ങനെ കിടന്ന കിടപ്പ് അവിടെ തന്നെ കിടക്കുവാണ്. പിന്നീട് കാണിക്കാൻ മനോഹരനെയാണ്. മനോഹരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വന്ദേനെ കാണാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് പോയിരിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ വന്ദേന്റെ അച്ഛൻ വീണ്ടും ഒരു ചെക്കായിട്ട് വരുവാണ്. ഓ അച്ഛ, ഈ ചെക്കൊന്നും വേണ്ട അച്ഛ, ഇപ്പൊ തന്നെ 7 കോടി രൂപയുടെ ചെക്കാണ് അച്ഛൻ തന്നിരിക്കുന്നത്. ഇനിയും പൈസ തന്ന് എന്നെ തളർത്തല്ലേ? എനിക്കോ അല്ലെങ്കിൽ തന്നെ എന്റെ പൈസന് സൂക്ഷിക്കാൻ സ്ഥലമില്ല. അപ്പോഴാ അച്ഛനും കൂടി പൈസ തന്നത്. അച്ഛ, ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി, കല്യാണത്തിന് മുമ്പൊന്നും വേണ്ട എന്ന് പറയുമ്പോ അമ്മ പറയണ്ടേ, അല്ലെങ്കിലും എല്ലാം കല്യാണം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. എല്ലാം കല്യാണത്തിന് ശേഷമാണല്ലോ. അതെ, എല്ലാം കല്യാണത്തിന് ശേഷം ഞാൻ ചെക്ക് മാറുള്ളൂ. അച്ഛൻ അതൊരു കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ ഡേറ്റ് ആണ് ഇട്ട് തന്നിരിക്കണത്. അത് വേറൊന്നുമല്ല മോനെ, കല്യാണം കഴിയുമ്പോ അത് കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ട് തന്നത്. അത് നന്നായി അമ്മേ എന്നൊക്കെ പറയാണ് മനോഹർ. അതിനുശേഷം 1 കോടി രൂപയുടെ ചെക്കും കൂടി നമ്മുടെ വന്ദനയുടെ അച്ഛൻ മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കാതെ, ഇതാണ് ലാസ്റ്റ് ചെക്ക്, ഇത് വേറൊന്നുമല്ല, മോന്റെ ബന്ധുക്കളൊക്കെ വരുമല്ലോ, അപ്പൊ അവർക്ക് ഞങ്ങളുടെ വകയായിരിക്കട്ടെ ചെലവും കാര്യങ്ങളൊക്കെ. ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ആ പൈസയും കൂടി മേടിച്ചിട്ട് അവിടെ നിന്ന് പോകട്ടെ. ഈശ്വരൻ, മൊത്തം 8 കോടി രൂപയുടെ ചെക്ക്. വന്നിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ ഇനിയും കോടികൾ കിട്ടും. സാരി ഒരു എന്താണ് ഡിവേഴ്സ് ചെയ്യണം. ശേഷം വന്ദനന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. കല്യാണത്തിന് ഒരാഴ്ച കൂടി സമയമുണ്ട്.
പക്ഷെ കല്യാണം നാളെയോ മറ്റന്നാളോ എങ്ങനെയോ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് ആ കോടിക്കണക്കിന് രൂപകൾ എല്ലാം തന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കായിരുന്നു. ആ കുഴപ്പമില്ല, ഒരാഴ്ചയിലെ അതങ്ങ് പെട്ടെന്ന് പോകും എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന കല്യാണിനെയാണ്. കല്യാണി അടുത്ത് ദീപ പറയണ്ട്, മോളെ കിരൺ ഇങ്ങനെ തളർന്നു കിടക്കണം എന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആ സരിയും ഷാരിയും കൂടി കിരണിനെ കാണാൻ വന്നതല്ലേ, എന്നിട്ട് ദുഃഖമൊക്കെ പങ്കിട്ട് പോയതല്ലേ. നമ്മള് കാണേണ്ടെന്ന് പറഞ്ഞിട്ടും അവര് വന്ന് കണ്ടതല്ലേ, അവരുടെ മോനാണെന്നോ അവരുടെ കൂടെപ്പിറപ്പാണെന്നോ അവര് എടുത്തു വളർത്തിയതാണെന്നോ അവര് കൈവെള്ളത്തിട്ട് വളർത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ ഷാരി വന്ന് കണ്ടത്. മോളെ ഇപ്പൊ അവരുടെ ഭർത്താവ് അവിടെ അങ്ങനെ കിടക്കുമല്ലേ, നമുക്കൊന്ന് പോയി കാണണ്ടേ, നമുക്കൊന്ന് ദുഃഖം ഒന്ന് അറിയിക്കണ്ടേ എന്ന് പറയാണ്. അത് വേണോ അമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ റെഡിയാവും, നമുക്കൊന്ന് പോയി കാണാം, അയാളെ കണ്ടൊന്ന് സന്തോഷിച്ചിട്ട് വരാം, ശരി മോളെ എന്ന് പറയാണ്. അങ്ങനെ ദീപ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുവാണ്. അങ്ങനെ കല്യാണിയും പോകുന്നുണ്ട്. അങ്ങനെ കല്യാണിയും ദീപയും കൂടിയിട്ട് രാഹുലിനെ കാണാൻ വേണ്ടി പോവാട്ടോ. വേണ്ട, എന്റെ അച്ഛനെ കാണണ്ട എന്ന് സാരി പറയുമ്പോൾ മാറി നിൽക്കണേ അവിടുന്ന്, ദേ പ്രശ്നം ഉണ്ടാക്കിയുണ്ടല്ലോ, പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും എന്ന് പറയാണ്. അങ്ങനെ സാരി ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി ദീപയും കൂടി നേരെ രാഹുലിന്റെ അടുത്തേക്ക് പോവാട്ടോ. കല്യാണി ഇങ്ങനെ ദുഃഖം അഭിനയിക്കുകയാണ്. എന്നാലും എന്റെ അങ്കിളെ എങ്ങനെ നടന്നത് അങ്കിളാണ്, ഇങ്ങനെ കിടക്കണ കാണുമ്പോ വല്ലാത്ത വിഷമം. നമ്മൾ രാഹുൽ പറയണ്ട, എല്ലാത്തിനും കാരണം ആരൊക്കെയാണെന്ന് എനിക്കറിയാം, ആ ചന്ദ്രസേനും ഒക്കെ തന്നെയായിരിക്കും. ആയിക്കോട്ടെ, എന്റെ അമ്മായിഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ഇത് ഇരന്ന് വാങ്ങിയതല്ലേ, കിരണേട്ടനെ സത്തോട്ട് തല്ലി ചതച്ചത് നിങ്ങളല്ലേടോ, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് തിരിച്ചുള്ള ഒരു മറുമരുന്ന് കിട്ടിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി നിങ്ങൾ എന്നൊക്കെ പറയാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അങ്ങനെ തന്നെ കിടക്കോട്ടോ. വാമേ എന്താ ഇയാളെ കിടപ്പ് കാണാൻ നല്ല ഭംഗിയാണ്, ഇയാളെ ഓർമ്മശക്തി കൂടി പോയിരുന്നെങ്കിൽ കിരണേട്ടനെ പോലെ ആയാലും കുഴപ്പമില്ല, ഇയാൾ ഇനി ഇയാളെ കൂടുതൽ തുടങ്ങുകയാണെങ്കിൽ ഇയാളുടെ ഓർമ്മശക്തി മാത്രമല്ല ഇയാളെ പരലോകത്തേക്ക് പറഞ്ഞേക്കും എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി കളിയെ കൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ശേഷമാണെങ്കിൽ ഗംഗപ്രസാദ് വീണ്ടും ഒരു ടെക്സ്റ്റൈൽസിൽ കയറി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ചിട്ട് ആളെ തിരിച്ചറിയാത്ത രീതിയിലാട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അങ്ങ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവിടേക്ക് കാർത്തിക വരുവാണ്. കാർത്തിക ഗംഗപ്രസാദിനെ കാണുന്നുണ്ട്. പക്ഷെ ഗംഗ കാർത്തികനൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കാർത്തിക പതിക്കെ കല്യാണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കല്യാണി മോളെ ദേ ആ ഗംഗപ്രസാദ് ഇവിടുത്തെ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുണ്ട്. അവിടെയോ? അവൻ ചേച്ചിനെ കണ്ടോ? ഇല്ല കണ്ടിട്ടില്ല, ഞാൻ മാറി നിൽക്കുവാണ്, മോൾ എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ അവനെ കാണാം എന്ന് പറയാണ്. ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് കല്യാണി പറയണ്ട്. ശേഷം കല്യാണി വേഗം തന്നെ കിരണോട് പറയണ്ട, കിരണേട്ടാ ദേ അവനൊരു ടെക്സ്റ്റൈൽസിലുണ്ട്, ഞങ്ങൾ പോയിട്ട് കയ്യോടെ പിടിച്ചിട്ട് വരാം എന്ന് പറയാണ്. സൂക്ഷിക്കണം കല്യാണി, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കിരണേട്ടാ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാർത്തിക പറഞ്ഞ ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. അവ ഒളിച്ചും പാത്താണ് കല്യാണിയും പോകുന്നത്. ഇവിടെ ചേച്ചി, ഇവിടെ ഗംഗപ്രസാദ്, ദേ ആ തൊപ്പി വെച്ചേക്കുന്ന ആളെ കണ്ടില്ലേ, അവൻ തന്നെയാ. അവനാളെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി തൊപ്പി മാസ്ക് ഒക്കെ വെച്ചിരിക്കുക. അവന്റെ കളി ഇന്നത്തോടെ പൊളിക്കാൻ ചേച്ചി, ചേച്ചി ഇവിടെ മാറി നിൽക്ക്, ഞാൻ അവനെ പോയി തോണ്ടി വിളിക്കാം, അവൻ എന്തായാലും എന്നെ അറിയില്ലല്ലോ, എനിക്ക് അവനെ അറിയില്ല, അതുകൊണ്ട് പോയി തോണ്ടി വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി പാത്തും പതുങ്ങിയും പതിക്കെ 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 ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് പോയിട്ട് തോണ്ടി വിളിക്കാട്ടോ. ഗംഗപ്രസാദ് തിരിയുമ്പോഴേക്കും കല്യാണിനെ കാണാണ്. ഗംഗപ്രസാദ് നോക്കുമ്പോ എന്താണ്, ഇത് കല്യാണി ല്ലേ, അവരുടെ മുമ്പിൽ ഞാൻ ചെറിയാണല്ലോ എന്ന രീതിയിൽ ആ മാസ്ക് ഒക്കെ മാറ്റുവാണ്. ഇതാര് കല്യാണിയോ? അല്ല ഇത് ചെറുചേട്ടനോ? ചെറുചേട്ടൻ ഇവിടെ എന്താ? ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതെയോ? അല്ല കിരണിപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ചെറുചേട്ടാ. എന്നാ ശരി കല്യാണി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ജെറി അവിടുന്ന് വേഗം തന്നെ പോകുവാട്ടോ. ജെറി പോയി കഴിയുമ്പോഴേക്കും കല്യാണി കല്ലിന്റെ അടുത്തേക്ക് നമ്മുടെ കാർത്തിക വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കല്യാണി, എന്താ അവൻ സംസാരിച്ചത്? അത് ജെറി ജോൺ അല്ലേ? അല്ല അതാ ഗംഗപ്രസാദ്. അപ്പോ ഇവൻ തന്നെയാ ചേച്ചി ഞാൻ പറഞ്ഞ ജെറി ജോണ്. ഓഹോ, അപ്പൊ നിങ്ങളുടെ കിരണിനെ സഹായിക്കുന്ന പോലെ വന്നത് ഇവനായിരുന്നു അല്ലേ? എങ്കിൽ സംശയിക്കേണ്ട കല്യാണി, കിരണിന്റെ തല തല്ലി പൊട്ടിച്ചത് കിരണിന്റെ അമ്മാവനല്ല, ഇവനായിരിക്കും എന്ന് പറയാണ്. അപ്പൊ ഇവൻ ഇങ്ങനെയാണ് വേഷമാറലാണല്ലേ? ശരി, ഇവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് കല്യാണി വിചാരിക്കാട്ടോ. അങ്ങനെയാണ് ഗംഗപ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എല്ലാരും കൂടി വട്ടം കൂടി ഇന്ന് തല്ലി ചതക്കണത്. അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.